എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു നാടൻ ചിക്കൻ കറിയാണ്. അതിൻ്റെ കൂടെ പുട്ടും. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ഒന്ന് ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് ഒന്ന് ഇടുക കേട്ടോ. ഇത് ക്രഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് ഇടുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക, നല്ലോണം ഫ്രൈ ആക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഒരു 2-3 ഉള്ളി ഇട്ട് ഓരോരുത്തർ ചിക്കൻ എടുക്കുന്നതിന് അളവിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. ഉള്ളി നല്ലോണം വഴറ്റണം. ഉള്ളി നല്ല ബ്രൗൺ കളറാകുന്നവരെ വഴറ്റിയിട്ട് തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് ഒന്ന് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചാൽ പെട്ടെന്നായിക്കോളും. അങ്ങനെ നമുക്ക് അടച്ച് വെക്കാം. ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചിട്ട് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തക്കാളിയൊക്കെ നല്ല ഇതായിട്ട് ചേർന്നിട്ടുണ്ടാകും കേട്ടോ. അപ്പം നമുക്ക് ഇതിന് മുളക് പൊടി, മല്ലിപ്പൊടി കുറച്ച് മാത്രമേ മല്ലിപ്പൊടി എടുക്കാവൂ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല. അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അത് എൻ്റെ റെസിപ്പി ഉണ്ട്, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ചിക്കൻ ഇടണം. ഇത് നല്ലോണം ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറുമ്പം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ പച്ചമണം മാറിയിട്ടില്ലെങ്കിൽ ടേസ്റ്റ് ശരിക്കുള്ള ടേസ്റ്റ് കിട്ടത്തില്ല. കുറച്ച് കുരുമുളക് പൊടിയും ഇതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് നല്ലോണം കുരുമുളക് പൊടി നമുക്ക് ക്രഷ് ചെയ്യുമ്പോൾ എപ്പോഴും അധികം പൊടിയാക്കാണ്ട് ഒരു മീഡിയം പൊടിയാക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. അപ്പം പിന്നെ ചിക്കൻ ഇട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് ചിക്കനേ എടുത്തിട്ടുള്ളൂ കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അത്രയേ കഴിക്കത്തുള്ളൂ അവർ. അതുകൊണ്ട് കുറച്ച് നിങ്ങൾ ആവശ്യമുള്ളതുപോലെ എടുത്തിട്ട് അതിൻ്റെ സാധനങ്ങളൊക്കെ അതിൽ കൂടുതൽ എടുത്തോളണം കേട്ടോ. അപ്പം നമുക്കിത് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം, പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. അര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു 20 മിനിറ്റ് നമുക്ക് സിമ്മിൽ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം, ഇതിന് പിന്നെ ഇതിൽ കുറച്ച് തേങ്ങാപ്പാൽ ഓരോരുത്തരുടെ അളവിന് അനുസരിച്ചിട്ട് ഞാൻ കുറച്ചെടുത്തുകൊണ്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുന്നുള്ളൂ. തേങ്ങാപ്പാൽ ഒഴിക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് തിളപ്പിക്കാൻ പാടില്ല കേട്ടോ. ഒന്ന് ചൂടാകുമ്പം ഓഫ് ചെയ്യുക കേട്ടോ. ഇനി ഒന്നുമില്ല. ഇനി വേണമെങ്കിൽ ഉള്ളി താളിച്ചിടാം. ഞാൻ ഇട്ടിട്ടൊന്നുമില്ല കേട്ടോ. വേണമെങ്കിൽ ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലിട്ടാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ്.